വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക സഹായത്തിൽ പരസ്പരം പഴിചാരി കേന്ദ്ര സംസ്ഥാന സർക്കാർ. വയനാടിന് വേണ്ടത് മുടന്തൻ ന്യായങ്ങളല്ല എന്ന് പ്രിയങ്ക ഗാന്ധിയുടെ മറുപടി. അതേസമയം SDRF ഫണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. സാമ്പത്തിക സഹായം അഭ്യർത്ഥിച്ചുള്ള റിപ്പോർട്ട് നൽകാൻ കേരളം വലിയ കാലതാമസം വരുത്തിയെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കുറ്റപ്പെടുത്തി. ദുരന്തമുണ്ടായി 3.5 മാസത്തിനു ശേഷം മാത്രമാണ് 2219 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വിശദമായ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൈമാറിയതെന്നും അമിത്ഷാ. വയനാട് MP പ്രിയങ്ക ഗാന്ധിക്ക് കൈമാറിയ മറുപടി കത്തിലാണ് അമിത്ഷാ ഇക്കാര്യം വ്യക്തമാക്കിയത്. എന്നാൽ കേന്ദ്രം തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്ന് സംസ്ഥാന സർക്കാർ പ്രതികരിച്ചു. കേരളം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും കേന്ദ്രം പരിഗണിച്ചില്ലെന്ന് മന്ത്രി K. രാജൻ. കേന്ദ്ര ഗവൺമെന്റിൽ ഇപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന ചോദ്യം പലരും ചോദിക്കുന്നു. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ എന്നുള്ളതാണ് ഞങ്ങളുടെ തിരിച്ചു ചോദ്യം. ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരന് ഇത് പ്രതീക്ഷിക്കാനുള്ള അവകാശം ഇല്ലേ? MP പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം വ്യക്തമാണ്. മുടന്തൻ ന്യായങ്ങളല്ല, അടിയന്തര സഹായമാണ് ദുരിതബാധിതർക്ക് വേണ്ടത്. വയനാട്ടിലെ ജനങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ദുരന്തങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചു. വയനാട് ദുരന്ത സഹായവുമായി ബന്ധപ്പെട്ട് മുഴുവൻ വിവരവും ലഭ്യമാക്കാൻ കേന്ദ്രത്തിനോടും കേരളത്തിനോടും ഹൈക്കോടതി നിർദ്ദേശിച്ചു. എത്ര തുക അനുവദിച്ചെന്ന് കേന്ദ്രവും SDRF ഫണ്ടിൽ എത്ര തുക ചെലവഴിക്കാൻ കഴിയുമെന്ന് സംസ്ഥാനവും വ്യക്തമാക്കണം. കേസ് നാളെ വീണ്ടും പരിഗണിക്കും. സ്വമേധയാ എടുത്ത കേസും പൊതു താൽപര്യ ഹർജികളുമാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.